ലൈഫ് ലോങ് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഫാമിലി മാത്രമാണ്. ബാക്കി എല്ലാവരും വന്നു പോകുന്ന എൻ്റെ പേര് പോലെ അതിഥികളാണ്. എൻ്റെ അച്ഛന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ലൈഫ് പരിപാടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല വന്നിട്ടുള്ളതൊന്നും. ഫേക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഫേക്ക് എന്ന് കേൾക്കുമ്പോൾ ചില ഒരുപാട് മുഖങ്ങളൊക്കെ ഓർമ്മ വരാം. അങ്ങനെ ആണുങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ഒരു ഇതല്ലേ, എല്ലാം ഗ്രാജുവലി മാറുന്നുണ്ട്. നമ്മൾ ഈക്വാലിറ്റിനെ ഒക്കെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല, ഉണ്ട് അവിടെ. പബ്ലിക്കിൽ എവിടെ പോയാലും നല്ല ബേബീസ് പെട്ടെന്ന് കണക്ട് ആവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എൻ്റെ വീക്ക്നെസ് ആണ്. അതിഥി രവി നല്ലൊരു നടിയാണ്. ഇതുവരെ ഇവരെ പറ്റി ഒരു നെഗറ്റീവും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവാം. വിഷമമുണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ഗോസിപ്പ് ഉണ്ടാക്കണം. അതൊരു നടക്കാത്ത സ്വപ്നമാണ് സാറേ. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഇതിനകത്ത് ജീൻ്റെ ഒരു പോർഷൻ പറയുന്നുണ്ട്, ഫോൺ സ്ട്രെസ് വന്നപ്പോഴത്തേക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പോയതായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഒരാളാണോ ലൈഫിൽ? അല്ല, സ്ട്രെസ് ഒക്കെ വരുമ്പോഴത്തേക്കും സ്ട്രെസ് വരുമ്പോൾ ഫോൺ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഓഫ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഫോൺ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഓഫ് ചെയ്ത് വെച്ച് ഞാനൊരു വേറെ സ്പേസ് എടുക്കേണ്ട ഒരു ഘട്ടം തോന്നിയിട്ടില്ല. അതിപ്പോ ഫോൺ ഉള്ളപ്പോഴും ഇല്ലാത്ത പോലൊക്കെ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓഫ് ചെയ്തൊന്നും വെക്കാറില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. യൂസ് ചെയ്യില്ല എന്നല്ല, അത് മാറ്റി നിർത്തുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ എനിക്ക് അതങ്ങനെ ഒരു വലിയൊരു സോളാണ്. ന്യൂജനിലുള്ള ഒരു ഓൾഡ് സോളാണ്. അതാ ഞാൻ ഓർത്തത്. അല്ല, അതിഥി എങ്ങനെയാ? ഫോൺ അല്ല, നമുക്ക് അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ ചിന്തയില്ല. നമ്മളെ ഫോൺ അല്ലാതെ തന്നെ നമ്മളല്ല സ്ട്രെസ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടൊക്കെ അങ്ങനെ ഒരു എന്താ പറയാ, ഫോണിലേക്കെല്ലാം കൊണ്ടിടുന്നില്ല. അല്ലാതെ ഉള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ലവ്ലി പറയുന്ന ഒരു ഭയങ്കര വലിയൊരു മെസ്സേജ് ഉള്ള ഒരു ഡയലോഗ് വരുന്നുണ്ട്. അതായത് നമ്മളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ച നമ്മുടെ കാരണവന്മാർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള മിക്കവാറും പെൺപിള്ളേർ അത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഹിറ്റ് കിട്ടും. പിന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും ഇൻഡിപെൻഡന്റ് ആണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഐ മീൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം തന്നെയാണ് എപ്പോഴും ഇന്നുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതും. ചിലർക്ക് പറ്റാറില്ല, ചിലർ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്, ചിലർ ശ്രമിച്ചെത്താറുണ്ട്. അപ്പം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളതൊരു ഇനി വരുന്ന തലമുറ എല്ലാ കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് സിനിമയിലൂടെ പറയാൻ സാധിച്ചത് വലിയൊരു ഒരു മെസ്സേജാണ്, നല്ലൊരു കാര്യം. എനിക്കത് പറയാൻ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതും അത് അവതരിപ്പിക്കാൻ പറ്റിയതും വലിയൊരു ഭാഗ്യം. കാരണം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഫിനാൻഷ്യലി അത് നമ്മൾ വളർത്തി വലുതാക്കി അച്ഛനമ്മമാർക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത്. ഐ മീൻ അതും ഒരു ഭാഗമല്ലേ. അത് ഒരിക്കലും ഒരാളെ കല്യാണം കഴിച്ച് പോയി എന്ന് കരുതി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നടക്കുന്നു നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ അല്ല. ആ ഒരു ഫ്രീഡം എല്ലാവർക്കും വേണം. അപ്പൊ കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഫിനാൻഷ്യലി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫ്രീഡം അത് ചോദിച്ച് വാങ്ങേണ്ടതല്ല. ഇപ്പോഴത്തെ പുരുഷന്മാരെ അത് തരുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇനിയും മാറിയ പുരുഷന്മാരെ വെച്ച് ഇനിയും അതിനെക്കുറിച്ച് കുറെ പറയും തോറും അവരെ വീണ്ടും ഡീഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒട്ടും സമ്മതിക്കാത്ത. ഇപ്പം മിക്ക ആണുങ്ങളും, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്നതും കാണുന്നതും. ഞാൻ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ബ്രദറും അച്ഛനെയും കണ്ട ഞാൻ വരുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം അങ്ങനെ മെൻറ്റാലിറ്റി ഉള്ള ഒരാളുകളാണ്. അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആൺസുഹൃത്തുക്കളാണെങ്കിലും അവരൊക്കെ കുറെ മാറിയിട്ടുള്ളവരാണ്. അവർ ജോലിക്ക് പോട്ടെ എന്ന് പറയുന്ന എത്രയോ, ജോലിക്ക് പോകണട്ടോ എന്ന് പറയുന്ന എത്രയോ പേരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഒരിക്കലും അങ്ങനെ ആണുങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ഒരു ഇതല്ലേ, എല്ലാം ഗ്രാജുവലി മാറുന്നുണ്ട്. ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിലും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ചിലർ ഇനിഷ്യേറ്റ് ചെയ്യും, അപ്പം അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോരും. അപ്പം എനിക്ക് തോന്നുന്നു അത്തരം മാറ്റങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല, ഉണ്ട് അവിടെ. ഇനിയും സംസാരിക്കേണ്ടത് ചിലപ്പോൾ അത്രയും ഇനിയുള്ള കുറച്ച് പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് കരുതി ഒരാൾ സംസാരിക്കുമ്പോൾ ടോട്ടലായിട്ടാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അതില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒത്തിരി സ്ത്രീകൾ ഇപ്പോഴും മറ്റു ജോലികളിലൊന്നും ഉണ്ടാവാതെ ഇരിക്കണ്ടേ. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സിനിമയിൽ അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, എക്സെപ്ഷണൽ ആയിരിക്കും കേസസ്. ചില ആണുങ്ങൾ ഉണ്ടാകും, ഒരു 100 പേരിലെടുത്ത് ഒരു 20 ആണുങ്ങൾ അങ്ങനെ ഉണ്ടാകാം. എന്നിട്ട് ബാക്കി 80% ആണുങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ 20 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ് അത്. അങ്ങനെയുള്ളവർക്ക് മാത്രം അത് എല്ലാ ആമ്പിള്ളേർ, ഐ മീൻ ബോയ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജെൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോഴും ആ ചിന്തയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു, അങ്ങനെ ആളുകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും കുറച്ച് ആളുകൾ ഉണ്ട്. ഞാനതാ പറഞ്ഞത്, അതിന്റെ എപ്പോഴും അതാ, നമ്മൾ ഉണ്ടെങ്കിലും എല്ലാവരും അത് മാത്രമേ ഉള്ളൂ എന്ന് പറയില്ലേ. അതെ അതെ, നമ്മൾ ഒത്തിരി മാറിയിട്ട് മാത്രം ഇപ്പൊ ഇപ്പൊ അത് അങ്ങനെ പറയണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു,
ഒരമ്മ കുഞ്ഞിനെ കൊല്ലുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ അമ്മമാരും അങ്ങനെയല്ലല്ലോ, ഓരോ വ്യക്തിപരമാണ് അത്. എല്ലാത്തിലും വ്യക്തിപരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു പോയിന്റിലും, അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റെ കാര്യത്തിലാണെങ്കിലും ഈക്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഫ്രീഡം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊരു വ്യക്തിപരമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുള്ളൂ. ഒരാണങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബാനറിലേക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അനുമോഹന്റെ ഫോട്ടോ ആണ് ഫ്രണ്ടിൽ, അല്ലെങ്കിൽ കുറച്ച് വലുതാക്കി വെച്ചേക്കുന്നത്. ഈ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അനുമോഹൻ അല്ലെങ്കിൽ അതിഥി രവി എന്നൊക്കെയുള്ള ഈ പേരുകളായിരിക്കും ഈ സിനിമയുടെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ടെൻഷൻ ഉണ്ടാക്കാറുണ്ട്? ഇതിനകത്ത് ആക്ച്വലി സെല്ലിംഗ് പോയിന്റ് ഇതിന്റെ കണ്ടന്റാണ്. ഓക്കെ. നമ്മൾ ഈ ബിഗ് ബെൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഇപ്പം എൻ്റെ ക്യാരക്ടർ ഓറിയന്റഡ് അങ്ങനെ സെൻട്രൽ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. എല്ലാ ക്യാരക്ടേഴ്സും ഈ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാരക്ടേഴ്സ് മാത്രമല്ല സ്ഥലങ്ങളും. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ വെറുതെ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തതല്ല. ഈ സ്ക്രിപ്റ്റിൽ ആ സ്ഥലങ്ങൾ തന്നെ വേണം. ആ സ്ഥലങ്ങളിലൂടെ ഈ ക്യാരക്ടേഴ്സിന് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ മുംബൈ ആണെങ്കിലും ട്രിവാൻഡ്രം, കൊച്ചി അല്ലെങ്കിൽ അയർലൻഡ്, ലണ്ടൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് തന്നെ പോയി ഷൂട്ട് ചെയ്തതിൻ്റെ റീസൺ അതാണ്. ആ സ്ക്രിപ്റ്റിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് സെല്ലിംഗ് പോയിന്റ് കണ്ടന്റ് തന്നെയാണ് ഈ സിനിമയുടെ. അപ്പം അത് തന്നെയായിരിക്കും ഒരു ഫ്രഷ്നെസ് ആയിട്ട് എല്ലാവർക്കും കാണുന്ന പ്രേക്ഷകന് തോന്നുന്നുണ്ടാവും. അല്ലാണ്ട് ഞാൻ അഭിനയിച്ചതുകൊണ്ടോ അതിഥി അഭിനയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ടോ കാണണം. അത് ഇപ്പം അവർക്ക് കണ്ടു പരിചയമുള്ള ഒരു മുഖമായതുകൊണ്ട് ചെറിയ ഒരു ഓക്കെ കാണാമെന്നൊരു തോന്നലുണ്ടാവുന്നതിന് അപ്പുറത്തേക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് സബ്ജക്റ്റ് ആയിരിക്കും എല്ലാവരുടെ മനസ്സിൽ നിൽക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലും ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. സിനിമകളിലെ കണ്ടന്റ് അനുസരിച്ച് ഹിറ്റ് ആവുന്ന മൂവികളാണ് ഇപ്പൊ വരുന്നത്. ഒരു ന്യൂ ഫേസസ് ആണെങ്കിൽ ഇപ്പൊ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള സിനിമകൾ എത്രയോ എപ്പോഴും ഓടാതെ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റാർ ഉള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ഹീറോ വലിയ ഫീമെയിൽ എന്താ പറയാ ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഓടുന്നു സിനിമ, അങ്ങനെയില്ല. ഈ പറഞ്ഞ പോലെ സിനിമ നന്നായിരിക്കണം. ആഫ്റ്റർ ഓൾ സിനിമയാണ്, അതിന്റെ കഥയാണ്. അത് ചെയ്യാൻ പറ്റിയാൽ, അത് നല്ല രീതിയിൽ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യം കൂടിയാണ്. ആണ്. ഓക്കെ. അപ്പൊ നമുക്കിന്ന് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. എൻ്റെ ഒരു ചെപ്പുണ്ടായിരുന്നു. എന്താ പറയാ, ആ പാത്രം. പിന്നെ ചെപ്പ് പിന്നെ ഞാൻ ചെപ്പ് തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് കിട്ടുമ്പോ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് മൈൻഡിൽ വരുന്നതെന്ന്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് അനുചേട്ടാ എടുക്കൂ. അനുചേട്ടാ എല്ലാം അങ്ങനെ പറഞ്ഞങ്ങ്. അതൊരു നടക്കാത്ത സ്വപ്നമാണ് സാറേ. ഏതാണോ നടക്കാത്ത സ്വപ്നം? അത് നടക്കാത്ത സ്വപ്നം അങ്ങനെ ഇല്ലേ? അല്ല, ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. സെക്കൻഡ്. അമ്മേ, നടക്കാത്ത സ്വപ്നം എന്ന് അങ്ങനെ ഒരു ചിന്ത ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഇല്ല. അതായത് ആഗ്രഹിക്കും ഞാൻ, നടക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഒരിക്കലും ഒന്നിനെയും കാണുന്നില്ല. ഇങ്ങനെ ഒരു ഡയലോഗ് ഒരിക്കൽ പോലും ലൈഫിൽ പറയേണ്ടി വന്നിട്ടില്ല. പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് അതൊരു നടക്കാത്ത സ്വപ്നമാണ് സാറേ എന്നുള്ളത്. ഇത് പറയണോ വേണ്ടേന്ന് ആലോചിക്കാണോ? അല്ല, അങ്ങനെയല്ല. അതൊരു വലിയ അങ്ങനെയല്ല. എനിക്കങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളില്ല എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അതൊരു വലിയ എടുത്തു പറയാനായിട്ട് ഇപ്പൊ അങ്ങനെ ഇല്ല. എല്ലാം ഞാനിപ്പോ വിചാരിക്കുന്നത് എല്ലാം നടക്കും. ഇപ്പൊ എല്ലാം നടക്കും. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഈ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. ഓക്കെ. ഞാൻ ചോദിച്ചത് എന്താണ് കിട്ടിയാൽ അതാ നല്ലത്. ഞാൻ വേറെ ലെവലിലൊന്നും പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഞാൻ വിചാരിച്ചു അതായിരിക്കും കിട്ടാൻ വേണേന്ന്. ഫേക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ ഏറ്റവും ചില ഒരുപാട് മുഖങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതിലൊരു മുഖം പറ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഫേക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പിള്ളേർക്കാണെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബിഗ് ബോസ് ആണ്. കാരണം ഫേക്ക് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവിടെയാ. എന്റെ കസിന്റെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അവള് വരെ ഫേക്ക് ബിഗ് ബോസിലുള്ള ആ വാക്ക് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ കണക്ട് ചെയ്ത് പറയുമായിരിക്കും. ഇല്ല, അത് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല ആക്ച്വലി. ഇപ്പൊ നമ്മളുടെ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ പറയുന്നത്. അങ്ങനെ ഈ ആൾക്കാരുടെ മുഖം അതല്ലാണ്ട് നമ്മൾ ചുറ്റിലേക്ക് എന്ത് നോക്കിയാലും അത് ഫേക്ക് അല്ലല്ലോ. മനുഷ്യന്മാരിലേ ഉള്ളൂ ഫേക്ക് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്കിയാലും റോഡിലേക്ക് നോക്കിയാലും പ്രകൃതിയിലേക്ക് നോക്കിയാലും അതിനകത്തൊന്നും ഫേക്ക്നെസ് കാണാൻ പറ്റില്ല. ബിഗ് ബോസ് മനുഷ്യന്മാരെ ബിഗ് ബോസ് മനുഷ്യന്മാരെ അല്ല, ബിഗ് ബോസിന്റെ കാര്യം അതല്ല ഞാൻ പറഞ്ഞത്. അല്ല, അത് ഞാൻ ചിന്തിച്ചില്ല എന്നാ പറഞ്ഞു. ഓ ശരി ശരി, സോറി. പെട്ടെന്ന് പേടിച്ചു.
ഓക്കെ നെക്സ്റ്റ്. വീണ്ടും എടുക്കണോ? അയ്യോ എനിക്ക് പേടിയാ. ചെപ്പ് നിറച്ച് ഇല്ല, ആകെ ഒരു 4-5 ഉള്ളൂ. ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ നമുക്ക് വളരെ ഫാമിലി ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോവാന്ന് പറയുന്നത് ഒരു ഫിയറാണ് എനിക്ക്. അതിപ്പോൾ എൻ്റെ അച്ഛനമ്മ അങ്ങനത്തെ കുറേ, ഇപ്പം എൻ്റെ അച്ഛന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വാല്യൂ, ഒരു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളത്, അതങ്ങനെ പോവും. അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. നമുക്ക് അത്രയും അറ്റാച്ച്മെന്റ് ആയ ആളുകൾ എൻ്റെ ലൈഫിൽ നിന്നും മാറും. അതൊരു ബിഗ്ഗസ്റ്റ് ഫിയർ ആണ് എപ്പോഴും. ആയിരിക്കും അതെല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. എപ്പോഴും നമ്മുടെ ലൈഫ് പോകരുത് എന്നുള്ളൊരു സ്ഥലം വരും. ഓക്കെ. ഇനി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. എല്ലാ അബദ്ധങ്ങളും ഏത് പറയണമെന്ന് ആലോചിക്കില്ല. അത് അബദ്ധങ്ങളാണോ പറ്റുന്നത്? ഞാൻ അബദ്ധങ്ങളൊന്നും ചെയ്യാറില്ല എന്നല്ലേ? അല്ല, അങ്ങനല്ല. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം, എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ. അതൊരു സീരിയസ് അബദ്ധമൊന്നും അല്ല. സീരിയസ് വേണ്ട, നമുക്ക് എല്ലാം ഫണ്ണായിട്ടുള്ളത് മതി. ഫണ്ണായിട്ട് പറഞ്ഞു. ഒരു അബദ്ധം, ഓരോ അബദ്ധങ്ങളില്ലേ? അവിടെ ലൊക്കേഷനിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ പണ്ട് ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അല്ല എല്ലാത്തിലും സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം കവിയൂർ പൊന്നമ്മ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇല്ലം പോലത്തെ ഒരു വീടാണ്. ഞാനും സിബിയങ്ങളുടെ മകൻ ഒക്കെ ഉണ്ട്, ലാലു ലക്സങ്ങളുടെ മകൻ വിഷ്ണു രാഘവ്, ഞങ്ങൾ 4 അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്യൂലടാ നിങ്ങൾ ഇറങ്ങി വരണം എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടർ അവിടെ നിന്ന് മൈക്കിൽ വിളിച്ചു പറയാം. ഞങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് വരിയായിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. ഇത്രയും വലിയൊരു നാട്ടൊക്കെ. അപ്പം അങ്ങനത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഉള്ളൂ. ആള് മാറി സംസാരിക്കുക, മനസ്സിലായില്ലേ? നാട്ടില് കല്യാണത്തിനൊക്കെ പോകുമ്പോ പിന്നെ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതിനി പറ്റില്ല എന്ന് പറയാനും പറ്റില്ല, ചിലപ്പോ ഇനിയും പറ്റും. അത് ശരിയാ. ഭയങ്കര കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. ആണോ തോന്നിയിട്ടുണ്ടല്ലേ? അല്ല, ഇപ്പൊ തോന്നുന്നു. ചേട്ടൻ ഫസ്റ്റ് പിന്നെ സംസാരിച്ചു തുടങ്ങിയ ആണോ? ഒന്ന് സിങ്ക് ആവച്ചൊരു സമയം എടുക്കും. ഓക്കെ, എടുത്തു. അമ്മേ എനിക്ക് ടെൻഷനാവും. ഇതെന്റെ വീക്ക്നെസ് ആണ്. കുട്ടികള് എന്റെ വീക്ക്നെസ് ആണ്. കുട്ടികളെ അത് എല്ലാ കുട്ടികളായിട്ട് എനിക്ക് പെട്ടെന്ന്, ചില കുട്ടികൾ ഭയങ്കര കണക്റ്റഡ്. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് ഇതിനെ കണക്ട് ചെയ്ത് പറയാം. അതിൽ ഞങ്ങൾക്കൊരു മോളുണ്ട്, ഒരു കൈക്കുഞ്ഞ്. അങ്ങനത്തെ ഒരു എത്ര വയസ്സുണ്ട്? 1.5 വയസ്സങ്ങ് ആയിട്ടുള്ളൂ. അപ്പൊ ഷൂട്ട് ചെയ്തിട്ട് കുറെ നാളായോ? അല്ല, അധികം നാളായില്ല, 1 ഇയർ ആകുന്നു, അറൗണ്ട് 1 ഇയർ. ആ മോളായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയി. ശരിക്കും എന്റെ മോളെ പോലെ തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് ശരിക്കും അവളെ എന്റെ മമ്മീന്നാ വിളിക്കുക. ഇപ്പൊ കാണുമ്പോ മമ്മീന്നാ വിളിക്കുന്നതും സീനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും കറക്റ്റ് എന്താണോ വേണ്ടത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവളതിന് കൂടെ നിന്ന് അത്രയും 1.5 വയസ്സുള്ള എന്തോ അത് ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ കുട്ടികളെപ്പോഴും എനിക്കൊരു, ഞാൻ ഹാപ്പി ആവാൻ എനിക്കൊരു ബേബിനെ കിട്ടിയ, ഞാനിതിപ്പോൾ പബ്ലിക്കിൽ എവിടെ പോയാലും നല്ല ബേബീസ് പെട്ടെന്ന് കണക്റ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എൻ്റെ വീക്ക്നെസ് ആണ്. ഞാൻ അവരോട് പോയി ചോദിച്ചിട്ട് ഞാനൊന്ന് എടുത്തോട്ടേന്ന് ചോദിക്കും. എനിക്ക് കുട്ടികളെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ പോയിട്ട് അവരുടെ അടുത്ത്, അങ്ങനെ പരിചയമില്ലാത്ത ഫാമിലീസ് ഇപ്പോൾ അവരെ നമ്മളെ കാണുമ്പോൾ ചിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് ഒന്ന് എടുത്ത് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുട്ടികൾ ഭയങ്കര വീക്ക്നെസ് ആണ്. അല്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരും. അപ്പൊ വീട്ടുകാരുടെ സ്ഥിരം ചോദ്യമാണ്, എന്നാ പിന്നെ ഒരു കല്യാണമൊക്കെ ആയി. അല്ല, ഞാൻ കല്യാണം കഴിക്കണം തന്നെയാണ്, കുട്ടികൾ ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ചിന്തയല്ല. എനിക്കിപ്പോ മറ്റുള്ളവരെ കുട്ടികളെ കളിപ്പിക്കാനാണ്. പിന്നെ എനിക്ക് എന്റെ ചേച്ചിക്ക് തന്നെ 2 കുട്ടികളുണ്ട്. അവരാണ് എന്റെ എല്ലാം. അത് ഭയങ്കര, എനിക്ക് അവരുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട. ഞാൻ വീട്ടിൽ പോയി ഫോൺ നോക്കാത്തതും അവരെടുത്ത് നോക്കുമ്പോഴാണ്. അപ്പൊ അതൊരു വീക്ക്നെസ് ആണ്. കുട്ടികൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, എടുത്തു. സിംപ്ലിസിറ്റി ഈസ് ദ കീ. കറക്റ്റ്. അതങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അതങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നിലയം മുതൽ എത്രയോ ആൾക്കാരെ കാണുമ്പോഴൊക്കെ സിമ്പിളായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഒരു ചെയ്തതിൻ്റെ ഒരു
അഹങ്കാരോ അല്ലെങ്കിൽ ഒരു ഭാവമോ ഒന്നും വെക്കേണ്ട കാര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പം അധികം ശാശ്വതം അല്ലെങ്കിലോ. പിന്നെ അപ്പം ആ സിമ്പിളായിട്ട് പോകാന്നുള്ളതാണ്. എന്താണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും സിമ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ സേഫാണ്, സമാധാനമുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് എടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഒന്നുമില്ല, അത് എല്ലാം നമ്മൾ ചിന്തിച്ചാണ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് കുറേയൊക്കെ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എടുത്താണ്. അതെ അതെ അതെ. പറയണ മുന്നേ ഞാൻ എടുത്തു. ബീങ് ലവ്ഡ്. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞോളൂ. അല്ലല്ല പറഞ്ഞു അല്ലല്ല അല്ല പറയൂ, എന്താണ് പറയാൻ ഞാൻ പറയാനോ അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു വാക്ക് ഇന്നത്തെ ഒരു സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യം. സീരിയസ്ലി ട്രൂ. ബീങ് ലവ്ഡ് എന്ന് പറയുന്നത് ഒരു വലിയ ശരിക്കും വേണ്ടത് എല്ലാവർക്കും അതാണ്. എനിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. ഞാനത് ഏറ്റവും കൂടുതൽ എനിക്ക് ലൈഫ് ലോങ് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഫാമിലി മാത്രമാണ്. ബാക്കി എല്ലാവരും വന്നു പോകുന്ന എൻ്റെ പേര് പോലെ അതിഥികളാണ്. അപ്പോൾ അത് എനിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഞാനതിനെ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ നോക്കിക്കാണുന്നത്. അതുപോലെ എപ്പോഴും ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെ ഒരു എന്നും ആ ബീങ് ലൗഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു. ശരിയാ, കഴിഞ്ഞു. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളത് കഴിഞ്ഞു. എവരിതിങ് വിൽ ബി ഓക്കെ. കണ്ടോ, ഇത് എന്റെ ലെറ്റ് ഇറ്റ് ബി ആണ് കേട്ടോ. ഇത് എവരിതിങ് വിൽ ബി ഓക്കെ. കാരണം അങ്ങനെ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് പരിപാടി എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല വന്നിട്ടുള്ളതൊന്നും. ഞാൻ പഠിച്ച് ജോലി ചെയ്യണം എന്ന് കുഞ്ഞിലെ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരു സ്റ്റേജ് ആയപ്പോൾ വേറെ റൂട്ട് പ്ലാൻ ചെയ്യും. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒരു നിമിത്തം പോലെയാണ് സിനിമയിലേക്ക് വന്നതും അഭിനയിക്കുന്നതും ഒക്കെ. എല്ലാം ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇപ്പം ഓരോരുത്തരും ഇപ്പം നേരത്തെ പറഞ്ഞ അച്ഛൻ മരിക്കുന്നതും ഇത് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം ഓക്കെയാണ്. അതങ്ങനെ നടന്നു പോകേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനകത്ത് വലിയൊരു പ്രശ്നം സംഭവിച്ചു എന്നും പറഞ്ഞിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാം നല്ലതിന് തന്നെയാണ്, അങ്ങനെ വിചാരിക്കാം. അതെ. ഓക്കെ, എന്നാ ആ ചിപ്പിന് താഴെ വെക്കാം അല്ലേ? നല്ല ചെപ്പ്. അല്ല, അത് ചിലപ്പോ അതുകൊണ്ടാണ് ആരും എഴുതിയതല്ല. ആണോ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള വാക്കുകൾ അങ്ങനെയൊന്നല്ല, ചുമ്മാ എഴുതിയത്? ചുമ്മാ പെട്ടെന്ന് എന്തെങ്കിലും എഴുതണേ പെട്ടെന്ന് കിട്ടിയ വാക്കുകളൊക്കെ എങ്ങനെ എഴുതി. ഓക്കെ, ഞാൻ ഈ ടീച്ചറിന്റെ താഴെ നോക്കിയപ്പോഴത്തേക്കും ഒരു കമന്റ് കണ്ടേക്കുവാണ് കേട്ടോ. അതിഥി രവി ഭയങ്കര നല്ലൊരു ആക്ട്രസ് ആണ്, നല്ലൊരു നടിയാണ്. ഇതുവരെ ഇവരെ പറ്റി ഒരു നെഗറ്റീവും കേട്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ഒരു ലൈൻ തോന്നുന്നു എന്തായാലും ഒരു ഗോസിപ്സ് വരുമല്ലോ. ഈ സിനിമ ഫീൽഡ് ആകുമ്പോൾ ഒരു ഗോസിപ്പ് എന്തായാലും വരും. അങ്ങനെ എന്തെങ്കിലും ഒരു ഗോസിപ്പ് കേട്ടിട്ടുണ്ടോ? ഗോസിപ്പ് എന്നെ പറ്റിട്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അതിന് അവര് വിഷമമുണ്ടോ കേട്ടോ അതിനകത്ത്? അതാ കൊറേ നാളായില്ലേ ഞാൻ ശരിക്കും റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെയോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്ക് യു. നായികമാർ ഒരു വിട്ടുപോയി, നായികമാരായാൽ ഇങ്ങനെ വേണം. ആണോ? അതുകൊണ്ട് താങ്ക് യു. ഞാൻ സന്തോഷമായി. ഓക്കെ, ജൂൺ 28 സിനിമ തിയേറ്ററുകളിലേക്ക് എത്താണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.